Hello everyone, welcome back to Story World. ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിയൽ ഇൻസിഡൻറ്റുമായിട്ടാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചാണ്. ചെയ്യേണ്ട സ്റ്റോറിയിലോട്ട് പോകും. എൻ്റെ ഫ്രണ്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവളുടെ ഐഡൻറ്റിറ്റി ഞാനൊന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഞാൻ അതിന് പകരം മീനാക്ഷി എന്നായിരിക്കും പറയുക. അപ്പോൾ മീനാക്ഷി വന്ന് ഞാൻ 2015 ഞാൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് മീനാക്ഷി. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു 1 ഡേ ട്രിപ്പിന് പോയിരുന്നു. ബീച്ച്, പാർക്ക്, സൂ എന്ന്. അങ്ങനെ സൂവിൽ പോയ സമയത്ത് നമ്മൾ നടക്കുകയായിരുന്നു. നടന്നിട്ടിരുന്നപ്പോൾ എല്ലാവരും ടയേർഡായി. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മരത്തിച്ചുവട്ടിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ടച്ച് ഫോണൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. ഞങ്ങളിൽ മോസ്റ്റ് ആൾക്കാരുടെ കയ്യിൽ ഇരുന്നത് ക്യാമറ കീപാഡ് ഫോണായിരുന്നു ഞങ്ങളുടെ കയ്യിലിരുന്നത്. അപ്പോൾ ഇവളിരുന്ന സ്ഥലത്തോട്ട് ഒരു ടച്ച് ഫോൺ ഇവള് കണ്ടു. ആരോ ഇട്ടിട്ട് പോയതാണ്. അതിൽ നോക്കിയപ്പോൾ സിമ്മില്ല, ബട്ട് ഫോൺ വന്ന് നല്ല കണ്ടീഷനുള്ള ഫോണായിരുന്നു. ഇവൾ യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് കണ്ടീഷനുണ്ട്. അവൾ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതില്ല. കാരണം ഒന്ന്, നമ്മൾ ട്രിപ്പ് പോയ ദിവസമാണ്. ഇവളൊരു പുതിയ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളുടെ അമ്മയും അച്ഛനും ചിന്തിക്കുക ഇവൾക്ക് ബോയ് ഫ്രണ്ട് എന്തോ ഉണ്ട്, അവർ കൊടുത്തതാണെന്നേ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവളത് കാണിച്ചില്ല. നെക്സ്റ്റ് ഡേ ഇവള് ഓഫീസിൽ വരികയും അവിടെ ഇതൊക്കെ ഈ ടച്ച് ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കൊടുത്ത് അവളുടെ സിമ്മൊക്കെ അറേഞ്ച് ചെയ്ത് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെല്ലാം അവരെ അടുത്ത് നിന്ന് പഠിക്കായിരുന്നു. അന്ന് അവള് വീട്ടിൽ പോയിട്ട് പറയായിരുന്നു, എനിക്ക് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കിട്ടി, അതിനെനിക്ക് അവർ കോംപ്ലിമെന്റ് ആയിട്ട് തന്നത് ഫോണാണ് എന്നായിരുന്നു അവള് വീട്ടിൽ പ്രസന്റ് ചെയ്തത്. അന്ന് രാത്രി തന്നെ അവളുടെ ഒരു കസിനെ ആ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. പക്ഷേ ആ ഫോണിലോട്ട് കോളൊന്നും പോകുന്നില്ല, കോൾ എൻഡഡ് എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ എന്ത് ചെയ്തു, ഇവൾ വന്ന് ഇവളുടെ അമ്മയുടെ ഫോണിൽ നിന്ന് ഇവളുടെ ഫോണിലോട്ട് ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഇൻകമ്മിങ് വരുന്നുണ്ട്, ബട്ട് ഔട്ട് ഗോയിങ് പോകുന്നില്ല. അപ്പോൾ ഇവൾ കരുതി, മേ ബി ഞാൻ വന്ന് റീചാർജ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഇവൾ റീചാർജ് ചെയ്യായിരുന്നു. റീചാർജ് ചെയ്തിട്ടും കോളൊന്നും പോകുന്നില്ല. ബട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിലോട്ടൊരു കോൾ വരുന്നു. ബട്ട് ബ്ലാങ്ക് ആണ്. ഇതൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല കോൾ വരുന്നതിന്. ഓൺലി റിങ് മാത്രമേ വരുന്നുള്ളൂ. ഇവളെന്താ ഫ്ലാഷ് അടിക്കുന്നുണ്ട്, റിങ് മാത്രമേ വരുന്നുള്ളൂ. ഇവളെന്താണിത്, ഇവൾ നന്നായിട്ട് തപ്പിയോ അപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നിന്നു. അന്ന് രാത്രി ഇവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അലാറം കേൾക്കുകയാണ്. ഇവൾ എണീച്ച് നോക്കുന്നു, മണി 12 മണിക്കൊന്നും ഇവൾ അലാറം വെച്ചിട്ടില്ലായിരുന്നു. ഇവൾ പോയി സെറ്റിങ്ങിൽ പോയി നോക്കിയപ്പോൾ അലാറം ഒന്നും സെറ്റിങ്ങിലല്ല. എന്നാൽ ഇവൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ 2:30 മണിയായ സമയത്ത് വീണ്ടും കോള് വരികയാണ്. അതിൽ കോള് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇൻകമ്മിങ് ഒന്നും കാണിക്കുന്നില്ല, വെറും ബ്ലാങ്ക് ആയിട്ട് ഫ്ലാഷ് മാത്രം വരികയാണ്. ആ സമയമായപ്പോൾ ഇവൾ കുറച്ച് പാനിക്കായി. ഇവൾ എന്ത് ചെയ്തു, ഫോണിന് അവിടെ തന്നെ വെച്ചിട്ട് ഇവൾ അമ്മയുടെ കൂടെ പോയി കിടക്കുകയായിരുന്നു. അടുത്ത നെക്സ്റ്റ് ഡേ വന്ന് ഇവളൊരു ഫോൺ കടയിൽ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു, എനിക്ക് ഔട്ട് ഗോയിങ് പോകുന്നില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഇൻകമ്മിങ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്, അല്ലാതെ ഏതോ എനിക്ക് ഇൻകമ്മിങ് കോൾസ് ഒക്കെ വരുന്നുണ്ട്, അതൊന്നും സ്ക്രീനിൽ തെളിയുന്നില്ല എന്ന് പറയണം. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അവർ ചെക്ക് ചെയ്തിട്ട് ഔട്ട് ഗോയിങ് വിളിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലെ മൊത്തം ഇവൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഗോയിങ് പോകുന്നുണ്ട്, എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നു, എല്ലാം പക്കയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവള് മേ ബി നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കാരണമായിരിക്കും ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് ഒന്ന് വീട്ടിലോട്ട് പോവുകയാണ്. ഇവൾ വീട്ടിൽ പോകുന്ന സമയത്ത് അവളുടെ അമ്മ ചോദിക്കുകയാണ്, നീ വിളിക്കുന്ന കാൾസിനൊക്കെ എന്നെ കോൺഫറൻസ് ഇടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഇവളുടെ അമ്മയുടെ ഫോണിന് തന്നെ എടുത്ത് കാണിക്കുകയാണ്, നോക്ക് ഇതിലെല്ലാം കോൺഫറൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവളുടെ ഫോണിൽ നോക്കുമ്പോൾ കോൺഫറൻസ് ഒന്നുമില്ല. ഇവള് ആരെയൊക്കെയാണ് വിളിച്ചോ അവരെ മാത്രം ഡയലിങ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവള് പറയണമെങ്കിൽ, അമ്മ കോൺഫറൻസ് ഇടുന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെ എടുത്ത് ആ സമയത്ത് പറഞ്ഞില്ല, ഞാൻ പറയുന്നുണ്ട് നിനക്കൊന്നും കേൾക്കുന്നില്ല എന്നുകൂടെ അവർ പറയായിരുന്നു. അപ്പോൾ ഇവള് വിചാരിച്ചു, ഓക്കെ മേ ബി ഈ ഫോണിൻ്റെ എന്തെങ്കിലും ഒരാൾ വേണ്ടാന്ന് ഇട്ടിട്ട് പോകണമെങ്കിൽ അതിലെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇട്ടിട്ട് പോയത് എന്ന് കരുതി ഇവളത് വിടുകയാണ്. ബട്ട് അന്ന് രാത്രിയും ഇതുപോലെ കോള് വന്നു, സ്ക്രീനിലൊന്നുമില്ല,
കറക്റ്റ് 12 മണിക്ക് വീണ്ടും അലാറം അടിക്കുന്നു. ഇവൾ അലാറം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നിട്ടും അലാറം അടിക്കുകയാണ്. അവൾ ആകെ പാനിക്കായിപ്പോയി. അവൾ എന്ത് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും 2:30 മണിയായ സമയത്ത് വീണ്ടും വരികയാണ് അതിൽ കോള്. പക്ഷേ സ്ക്രീനിലൊന്നും കാണുന്നില്ല, സ്ക്രീൻ ഓഫാണ്, ബട്ട് റിങ് അടിച്ചിട്ടേ ഇരിക്കുകയാണ്. ഇവളാണെങ്കിൽ ആകെ പാനിക്കായിട്ട് എന്തായി നോക്കുമ്പോൾ ഈ റിങ് തീർന്നതും ഫ്ലാഷ് മെസ്സേജ് വരുന്നു അതിലോട്ട്. നിന്റെ അച്ഛൻ നാളെ ഫിഷ് ടാങ്ക് വാങ്ങിക്കും എന്നായിരുന്നു അതിൽ. ഇവളാണെങ്കിൽ ഇതൊന്ന് ഫ്ലാഷ് മെസ്സേജ് ആയിട്ടാണ് വന്നത്, എന്താണെന്ന് നമ്പറിലോ ഒന്നുമില്ല. അവസാനം എന്തായി, പിറ്റേ ദിവസം ഇവള് നമ്മളടുത്ത് ആരെടുത്ത് ഇതിനെപ്പറ്റി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇവൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വീണ്ടും വന്ന് നോക്കുമ്പോൾ ഇവളുടെ അച്ഛൻ ഫിഷ് ടാങ്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഇവക്കാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷൻ. എന്താണ് അതിൽ പറഞ്ഞതുപോലെ നടന്നല്ലോ, ആ ഒരു ടെൻഷൻ. അപ്പോൾ ഉണ്ട് അടുത്ത മെസ്സേജ് വരികയാണ്, എന്താ സന്തോഷമായോ എന്നുള്ള മെസ്സേജ് വരികയാണ്. അവൾ അതിനെ ഒന്ന് ഇഗ്നോർ ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത മെസ്സേജ് വരികയാണ്, നിന്റെ അച്ഛൻ്റെ കാലിലൂടെ ഇപ്പോൾ ആ ഫിഷ് ടാങ്ക് വീഴും എന്ന് അടുത്ത മെസ്സേജ് വരികയാണ്. ഇവളതൊന്ന് തിരിഞ്ഞ് പറയുന്നതിന് മുമ്പേ അവളുടെ അച്ഛൻ്റെ കാലിലോട്ട് ഫിഷ് ടാങ്ക് വീഴായിരുന്നു. പിന്നെ അതൊരു ചെറിയ ഫിഷ് ടാങ്ക് ആയതുകൊണ്ട് അത്ര ആപത്തൊന്നും വന്നില്ല, ചെറിയൊരു സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് തിരികെ വരുന്ന സമയത്ത് വീണ്ടും ഇവളെ ഫോണിലോട്ടൊരു ഫ്ലാഷ് മെസ്സേജ് വരികയാണ്, നീ എന്നെ കണ്ടുപിടിച്ചോ, നിന്റെ നാളുകൾ കുറിച്ചു കഴിഞ്ഞു. ഇതായിരുന്നു. ഇവക്കാണെങ്കിൽ അതുകൂടെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായി. ഇനി ഞാനിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ആരോടെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് ഇവളെ അമ്മയോട് എല്ലാം പറഞ്ഞു. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്, എനിക്ക് ബെസ്റ്റ് എംപ്ലോയി ആണ്ട് കിട്ടിയതല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇവളുടെ അമ്മയാണെങ്കിൽ ആകെ ടെൻഷനായി. ഇവളുടെ അമ്മ വഴക്ക് പറയാൻ തുടങ്ങി, നിനക്ക് എന്ത് കളഞ്ഞു കിട്ടിയാലും നീ ഇതുപോലെ എടുക്കുമോ, ഈ സാധനം വീട്ടിൽ വന്നത് തൊട്ട് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നാളെ തന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്നുകൂടെ പറയാണ്. ഇവളുടെ അമ്മ അത്രയും പറഞ്ഞപ്പോൾ ഇവൾക്ക് കുറച്ചുകൂടെ പാനിക്കായി. ഇവൾ എന്ത് ചെയ്തു, അന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഫോണ്. സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചതിന് ശേഷവും ഇവൾക്ക് ഇതേ കോൾ, അലാറം, വീണ്ടും കോള്, ഫ്ലാഷ് മെസ്സേജ്, ഇത് ഇത്രയും വന്നു. അടുത്ത ഫ്ലാഷ് മെസ്സേജ് ഇതായിരുന്നു, നീ റെഡി ആയിക്കോ, നാളെയാണ് നിന്റെ ദിനം എന്നായിരുന്നു. ഇവക്ക് മൊത്തത്തിൽ അങ്ങ് പോയി. ഞാൻ തീർന്നു എന്ന് തന്നെയായിരുന്നു ഇവളെ മനസ്സ്. ഇവളെന്ത് ചെയ്തു, അന്നും ഇവളെ അമ്മയുടെ അടുത്ത് പോയി കിടക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവൾ സിമ്മും പൊട്ടിച്ച് ആ ഫോണിനെയും തല്ലി പൊട്ടിച്ച് അവിടെ ഒരു റിവറുണ്ട് അതിലോട്ടിട്ടായിരുന്നു. ഇട്ടിട്ട് അവൾ വന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു, എനിക്കില്ല, ഞാനെല്ലാം ഇട്ട് കഴിഞ്ഞു, ഇത് ചെയ്തു. പക്ഷേ ഇവളത് ഞാൻ ആ കമ്പനിയിൽ നിന്ന് വരുന്നവരെ നമ്മളടുത്ത് ഒന്നും ഷെയർ ചെയ്തിരുന്നില്ല. കാരണം അവളുടെ സേഫ്റ്റി ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, ഇതൊരു അവയർനെസ് പോലെ നീ ഒന്ന് ഷെയർ ചെയ്യണം, നിന്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു, ഇതെനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, നീ ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അന്ന് പറയാത്തത് ഞങ്ങളോട്, നമ്മൾ നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞത്, എനിക്കന്ന് അറിയില്ലായിരുന്നു ഇത് നീ ഹാക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷ്യമായിട്ട് നടക്കുന്നതാണോ, ഇതൊന്നും എനിക്കറിയില്ല. കാരണം ഇനി ഹാക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് പ്രാങ്ക് പോലെ ചെയ്യുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ വെറുതെ പറഞ്ഞ് എന്നെ കൂടുതൽ ട്രബിളിലാക്കണ്ട എന്ന് കരുതിയാണ്. അതുപോലെ അവളുടെ ആ പാരൻസും പറഞ്ഞു, പറയണ്ട, ആരടുത്തും പറയണ്ട, ഇതോടത്തോടെ നിർന്നോട്ടെ. ആ ഫോണ് പോയതോടെ അവൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ബട്ട് നീ ഇതൊന്ന് പറയണം മെസ്സേജായിട്ട്. കാരണം നമ്മൾ എന്ത് ഒരു കോസ്റ്റ്ലി സാധനം കണ്ടാലും വെളിയിലൊക്കെ വെറുതെ കിടക്കുന്ന കണ്ടാലും നമ്മൾ എടുത്തിട്ട് വരും വീട്ടിലോട്ട്. എല്ലാം സേഫായ കാര്യമായിരിക്കണമെന്നില്ല. സോ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ വഴിയിൽ എന്ത് കിടക്കുന്നത് കണ്ടാലും ഒന്ന് അത് മറ്റുള്ളവരതാണോ എന്ന് ശ്രദ്ധിക്കുക. കഴിവതും അതൊന്നും എടുക്കാതിരിക്കുക. കാരണം നമ്മളെ ട്രബിളിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് പോലെയാണ്. സോ ഇതൊരു അവയർനെസ് പോലെ പറയണമെന്ന് തോന്നി. എന്തായാലും ഷെയർ ചെയ്ത എൻ്റെ ഫ്രണ്ടിന് നന്ദി. കാരണം ഞാനിന്ന് അവളുടെ ഒറിജിനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാരെങ്കിലും ഹാക്ക് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണെങ്കിലോ അവളെ സേഫ്റ്റിയുടെ പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ മറ്റൊരു സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ പുതിയൊരു ആളാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് പാറ്റേൺ പോലത്തെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റോ അനുഭവമോ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പറയണം പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി വെളിയിൽ പറയാൻ
പറ്റില്ല എന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഞാൻ ഇതിൽ മെയിൽ ID കൊടുത്തിരിക്കാം. ആ മെയിൽ IDയിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ